പ്രശ്നമായി. അപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ ബസ്, ഓൾറെഡി നമ്മുടെ ഈ ബസ്സുണ്ട്. ആ ബസ്സിൽ തന്നെ ഇരുത്തി നേരെ സ്കൂളുകളിൽ കൊണ്ടുവിടും. സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഈ ബസ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പിള്ളേരെ പിന്നെ അവരുടെ അടുത്ത് പോയി പിന്നെ ഒരു കൊല്ലം അവിടെ പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിച്ച് 535 പിള്ളേരായി നമ്മുടെ അടുത്ത്. ഒരു വിപ്ലവം എന്ന് വേണേൽ പറയാമല്ലേ? എൻ്റെ സ്വപ്നം എൻ്റെ റിട്ടയർമെൻറ്റ് വരെ, ഇനി 5-6 കൊല്ലം കൂടെ റിട്ടയർമെൻറ്റിനുണ്ട്. ഞങ്ങൾക്ക് 60 വയസ്സാണ്. അപ്പം അതുവരെ ഒരു 1000 കുട്ടികൾ, വഴി കിടക്കുന്ന കുട്ടികൾ, മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, അവർ ഒരു വിദ്യാഭ്യാസമില്ല, ഒരു മാസത്തിലൊന്ന് കുളിക്കാൻ സൗകര്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഒരു റീഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കി. ലൈബ്രറി കം റീഡിംഗ് ഹാൾ. രാവിലെ അവിടെ വരും, അവരുടെ ടിഫിനുമായിട്ട് വരും, വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച് വളരെ ചാരിതാർത്ഥ്യത്തോട് പറയട്ടെ, ഈ പ്രാവശ്യം മേഹന ബേറവ എന്ന് പറഞ്ഞൊരു കൊച്ച്, ഞാൻ 1ാം ക്ലാസ്സിലെടുത്ത് പഠിപ്പിച്ച ഒരു കൊച്ചാണ്.